2024 ആപ്പിളിൻ്റെ മെയിൻ ഇവന്റ് ഇന്നലെ കഴിഞ്ഞു. ആ ഒരു ഇവന്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയോ, നമ്മൾ ചില സിനിമകൾക്ക് വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും. മേ ബി അത് ചില നായകന്മാർ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സ് കാരണമായിരിക്കാം. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിലിപ്പോൾ എന്താ പുതുമ ഉള്ളതെന്ന് തോന്നും. സലാർ ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, അത് മാറ്റി നിർത്തിയാൽ ഈ ഒരു ഇവന്റ് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതല്ലല്ലോ നമ്മൾ ആപ്പിളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇതല്ല, ഇതിനേക്കാളും ഇതിനും ഒരു പടി മുകളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്, ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു രീതിക്കാണ് ഈ ഒരു ഇവന്റ് കാണുമ്പോൾ എനിക്ക് തോന്നിയത്. ആപ്പിളിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ എനിക്ക് തോന്നിയത്. എന്തായാലും നല്ലൊരു ഇവന്റ് ആയിരുന്നു. അവർ ആ ഒരു കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളതും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കണ്ണെടുക്കാതെ കാണാനായിട്ട് തോന്നി. പിന്നെ കുറേ തള്ളുകൾ ഉണ്ടായിരുന്നു. എനിവേ, ആ ഒരു ഇവന്റിൽ ആദ്യം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആപ്പിൾ വാച്ച് 10 ആയിരുന്നു. അതിൻ്റെ 10th സീരീസ് ആയതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു റീഡിസൈൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. റീഡിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ പിക്സൽ സീരീസുകൾ നോക്കുമ്പോൾ ഡിസൈനിൽ വ്യത്യാസമുണ്ട്, എന്നാൽ അതേ പാറ്റേണിലാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒരു വാച്ച് 10ന്റെ കാര്യത്തിൽ നോക്കിയപ്പോൾ ഡിസൈനിൻ്റെ കാര്യത്തിൽ വ്യത്യാസം തോന്നുന്നുണ്ട്, പക്ഷെ ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 10th ജനറേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ ടൈറ്റാനിയം ഫ്രെയിം കൂടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും തിന്നായിട്ടുള്ള ആപ്പിൾ വാച്ചാണ് ഈ ഒരു 10th സീരീസ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൂടാതെ അലുമിനിയം വെർഷനും അതും വരുന്നുണ്ട്. ഇനി ഇതുവരെ നമുക്ക് ആപ്പിൾ വാച്ചുകളിൽ കിട്ടാത്തൊരു ലൗഡ് സ്പീക്കർ ഉണ്ടല്ലോ, അതായത് ഇതുവരെയുള്ള വാച്ചുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സപ്പോർട്ട് വേണമായിരുന്നു. ഇവിടെ അത് വേണ്ട. ഈ ഒരു സ്പീക്കർ തന്നെ, വാച്ചിൽ വരുന്ന സ്പീക്കർ തന്നെ വളരെ ലൗഡായിട്ട്, അത് മീൻസ് ലൗഡായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡിലോട്ട് വരുമ്പോൾ വാച്ച് OS 11ന്റെ സപ്പോർട്ടാണ് ഇവിടെ വരുന്നത്. അതുകൂടാതെ പുതുതായിട്ട് ഒരുപാട് സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഹെൽത്ത് ട്രാക്കിംഗ് സംഭവങ്ങൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 18 മണിക്കൂർ മാത്രമാണ് ഈ ഒരു 10th സീരീസിൽ വരുന്ന വാച്ചിന് കിട്ടുന്ന മാക്സിമം ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഇംപ്രൂവ്മെന്റ് വേണ്ടതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് കൂടി പറയുന്നുണ്ട് കേട്ടോ. ഏകദേശം 30 മിനിറ്റോളം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 80% ചാർജ് കയറുമെന്നും പറയുന്നുണ്ട്. സോ $399 ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. സെല്ലുലാർ വെർഷൻ ആണെങ്കിൽ $499. പിന്നെ അവർ കാണിച്ചത് ആപ്പിൾ വാച്ച് അൾട്രാനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് ആപ്പിൾ വാച്ച് അൾട്രാ 3 ആയിരുന്നു. ഇവിടെ അൾട്രാ 3 അല്ല വരുന്നത്, അൾട്രാ 2 തന്നെ അവരൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോയി. $799 അതിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം, അതല്ലാതെ പുതിയൊരു വേർഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ജനറേഷൻ അവർ ആപ്പിൾ വാച്ച് അൾട്രയുടെ കാര്യത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വാച്ച് അൾട്രയ്ക്ക് ശേഷം പിന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എയർപോഡ് 4th ജനറേഷൻ ആയിരുന്നു. അതിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഡിസൈനിലൊക്കെ ചെറിയൊരു പുതുമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കേസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ഭയങ്കര കുഞ്ഞ സൈസിലാണ് ആ ഒരു കേസ് വരുന്നത്. അതുകൂടാതെ അതിലൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേസ് മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസ് വെച്ചിട്ട് ആ ഒരു കേസ് കണ്ടെത്താനുള്ള ഓപ്ഷനും അവിടെ വരുന്നുണ്ട്. ഇനി ആ ഒരു ഡിവൈസിനെ മൊത്തത്തിൽ പവറപ്പ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിലിക്കൺ ആയിട്ടുള്ള H2 ആണ്. ഈ ഒരു H2 സിലിക്കൺ തന്നെയാണ് ഈ വർഷത്തെ എല്ലാ ലൈനപ്പിലും അവർ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. ANC അവർ ഇത്തവണത്തെ ഈ ഒരു നോർമൽ എയർപോഡ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെ അത് വർക്ക് ചെയ്യും എന്നുള്ളത് കേട്ട് തന്നെ അറിയേണ്ടത് വരും. കാരണം ആ ഒരു ഓപ്പൺ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ANC എങ്ങനെ അവർ എന്തായാലും കേട്ട് നോക്കുക തന്നെ വേണ്ടി വരും. എനിവേ, ഇതിൻ്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് 30 മണിക്കൂറാണ് അവർ പറയുന്നത്. അതേപോലെ ഈ ഒരു കേസിൽ നമുക്ക് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൊത്തത്തിൽ അതൊരു റീഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എയർപോഡ് 4th ജനറേഷന് ശേഷം പിന്നെ അവർ മെൻഷൻ ചെയ്തത് എയർപോഡ് മാക്സിനെ പറ്റിയായിരുന്നു. നമ്മൾ ആപ്പിൾ വാച്ച് അൾട്രാനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പ്രത്യേകിച്ച് ഒരു മാറ്റവും അവർ കൊണ്ടുവന്നിട്ടില്ല. H2 സിലിക്കൺ എന്ന് പറയുന്ന ആ ഒരു പുതിയ പ്രോസസ്സർ അവരതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ഡിസൈനിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പുതിയൊരു കളർ വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു മാറ്റവും ആ ഒരു എയർപോഡ് മാക്സിന്റെ കാര്യത്തിലോട്ട് വന്നിട്ടില്ല. എയർപോഡ് സീരീസിൽ അവർ അവസാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എയർപോഡ് പ്രോ 2024 ആയിരുന്നു. ഇതിന്റെ ഡിസൈനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 ഫീച്ചേഴ്സ് അവർ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമുക്ക് ഈ ഒരു എയർപോഡുകൾ ഹിയറിംഗ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കോൺവെർസേഷൻ അവയർനെസ് ആൻഡ് കോൺവെർസേഷൻ ബൂസ്റ്റ് എന്ന് പറയുന്ന 2 ഫീച്ചേഴ്സ് അവർ പുതുതായിട്ട് ഈ ഒരു എയർപോഡ് പ്രോ മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചെവിക്ക് കേൾവി ശക്തി കുറവുള്ള ആരെങ്കിലും
ഉണ്ട് ഈ ഒരു എയർപോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും പറയുന്ന ആളുകളുണ്ടല്ലോ, ആ ഒരു സൗണ്ട് അവരുടെ കോൺവെർസേഷൻ ഒരുപാട് അങ്ങ് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് കൂടെ കേൾക്കുന്ന രീതിയിലോട്ട് എത്തും. അതായത് ഒരു ഹിയറിംഗ് എയ്ഡിന്റെ കംപ്ലീറ്റ് വർക്കും ഈ ഒരു TWS ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ സാധാരണ ആളുകളുടെ ആണെങ്കിലും ഹിയറിംഗ് പ്രൊഫൈൽ, അവരുടെ ഹിയറിംഗ് എഫിഷ്യൻസി എത്രയാണ് എന്നുള്ളത് ഒരുപാട് ടെസ്റ്റുകൾ വഴി കൺട്രോൾ ചെയ്ത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൗണ്ട് പ്രൊഫൈൽ ഈ ഒരു എയർപോഡ് പ്രോ നമുക്ക് തന്നെ സെറ്റ് ചെയ്ത് തരും. ഈ രണ്ട് ഫീച്ചേഴ്സാണ് മുൻ വർഷത്തെ എയർപോഡ് പ്രോ മോഡലിനെ അപേക്ഷിച്ച് പുതുതായിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആപ്പിൾ വാച്ച് സീരീസ് അതുപോലെ എയർപോഡ് സീരീസ് അതിന്റെ ഇൻട്രൊഡക്ഷന് ശേഷം അവർ നേരെ പോയത് iOS 18 ബേസ്ഡ് AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു, ആപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അവരൊരു ഭയങ്കര സംഭവമായിട്ട് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അതിൽ പ്രധാന കാര്യം എന്ന് പറയുന്നത് അവർ ഓൾറെഡി WWDC പറഞ്ഞ കാര്യങ്ങളുടെ ഒരു സമ്മറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കൂടാതെ നമ്മൾ ഗാലക്സി AI-ലാണെന്നുണ്ടെങ്കിലും ഓപ്പോ അല്ലെങ്കിൽ OnePlus ആൻഡ്രോയിഡ് ഫോണുകളിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമായിട്ടാണ് ആപ്പിൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല താനും. പിന്നെ ഇതിൽ പറയുന്ന AI ഫീച്ചേഴ്സിൽ പലതും നമുക്ക് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം തുടക്കത്തിലാണ് കിട്ടാനായിട്ട് പോകുന്നത്. അതും ഇന്ത്യ അടക്കം പല രാജ്യങ്ങളിലോട്ടും എപ്പോൾ വരുമെന്നുള്ള കാര്യത്തിലും തീരുമാനമായിട്ടില്ല. വരട്ടെ, അതപ്പോൾ നോക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം അവർ നേരെ പോയത് iPhone 16 ആൻഡ് 16 പ്ലസിൻ്റെ കാര്യത്തിലോട്ടായിരുന്നു. ഈ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പുതുമ തോന്നിയത് ഈ ആപ്പിൾ വാച്ച് 10 സീരീസും അതുപോലെ iPhone 16 കാര്യത്തിലോട്ടായിരുന്നു. ഇപ്പം ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഒരു ക്യാമറ മൊഡ്യൂൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്, ഒരു നേരെ ആക്കിയിട്ടുണ്ട്, അത് അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്, അലേർട്ട് സ്ലൈഡർ മാറ്റിയിട്ട് പകരം ആക്ഷൻ ബട്ടൺ അവരവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ക്യാമറ കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ബട്ടൺ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ബട്ടൺ അവർ പുതുതായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു പുതിയൊരു ടെക്നോളജി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഫീച്ചർ കൊണ്ടുവരുമ്പോൾ ആദ്യം അവർ പ്രോ മോഡലുകളിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം പിറ്റത്തെ വർഷമായിരിക്കും നോൺ പ്രോ വേരിയൻറ്റുകൾ അത് കൊണ്ടുവരിക. ഇവിടെ നമുക്ക് ഈ ഒരു ക്യാമറ കൺട്രോൾ എന്ന് പറഞ്ഞ ബട്ടൺ എല്ലാ ഡിവൈസുകളും 16 പ്ലസ് പ്രോ മോഡൽ എല്ലാത്തിലും അവർ ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ ഇന്റേണൽ സൈഡിലോട്ട് വരുമ്പോൾ A18 എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. AI ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റേ ട്രേസിംഗ് ഗെയിമുകളും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ സൈഡിലോട്ട് വരുമ്പോൾ എത്രയാണ് ബാറ്ററി കപ്പാസിറ്റി എന്നുള്ളത് പറഞ്ഞില്ലെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ബാറ്ററി ഇംപ്രൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഡിസ്പ്ലേനെ കുറിച്ച് കൂടുതലൊന്നും അവർ ഈ ഒരു ഇവന്റിൽ പറഞ്ഞില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ അതേ ഡിസ്പ്ലേ തന്നെയാണ്, 60 ഹെർട്സിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഈ വർഷത്തെ 16 മോഡലുകളിലും വന്നിരിക്കുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഡിസൈൻ മാത്രമല്ല, ക്യാമറ സ്പെക്കിന്റെ കാര്യത്തിലും കുറച്ച് ചേഞ്ച് വന്നിട്ടുണ്ട്. 48 മെഗാ പിക്സലിന്റെ പുതിയൊരു ക്യാമറ സെൻസറാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് സ്പേഷ്യൽ വീഡിയോസും സ്പേഷ്യൽ ഫോട്ടോസും എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ക്യാമറയുടെ സൈഡിലും കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി ഇൻഡെപ്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിവൈസ് കയ്യിൽ കിട്ടിയതിന് ശേഷം നോക്കാം. മൊത്തത്തിലൊരു അഴിച്ചുപണി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഒഴികെ മൊത്തത്തിലൊരു ചേഞ്ച് നമുക്ക് iPhone 16-ൻ്റെയും 16 പ്ലസിൻ്റെ കാര്യത്തിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ 15 മോഡലുകൾ നോക്കുകയാണെങ്കിലും നോൺ പ്രോ വേരിയൻറ്റുകളായിരുന്നു കൂടുതൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ വർഷത്തെ 16-ലും 16 പ്ലസിലുമാണ് കാര്യമായിട്ടുള്ള ചേഞ്ച് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി പ്രോ മോഡലുകളുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും സ്ക്രീൻ സൈസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ നോർമൽ പ്രോ വേരിയന്റ് വരികയാണെങ്കിൽ 6.3 ആണ് അവിടെ സ്ക്രീൻ സൈസ് വരുന്നത്. പ്രോ മാക്സിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ 6.9 ഇഞ്ചിന്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫോണിന്റെ സൈസിലൊന്നും വ്യത്യാസം വരുന്നില്ല. ബെസൽസ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടാണ് ആ ഒരു സ്ക്രീൻ സൈസ് അവർ കൂട്ടിയെടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ ഇന്റേണൽ നോക്കുകയാണെങ്കിൽ A18 Pro എന്ന് പറയുന്ന പുതിയൊരു ചിപ്സെറ്റ് ആണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ക്യാമറ ബട്ടൺ, അതായത് ക്യാമറ കൺട്രോൾ ബട്ടൺ അവർ പുതുതായിട്ട് ഈ ഒരു ഡിവൈസിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചും ഈ പ്രോ മോഡലുകളിൽ ഇല്ല. ഓഫ് കോഴ്സ് യെസ്, ഇതിന്റെ ക്യാമറ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ചെറിയ ഇമ്പ്രൂവ്മെന്റ് അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു iPhone 16 സീരീസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു 16-ഉം 15-ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ക്യാമറയുടെ ബട്ടന്റെ കാര്യത്തിലല്ലാതെ വേറൊരു വ്യത്യാസം ഡിസൈനിലോ ഇനി പെർഫോമൻസ് അത് യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. എനിക്കെന്തോ അതൊന്നും കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ഐഫോണിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡിവൈസ് വരുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് വരുമ്പോൾ അത് ഗംഭീരമായിരിക്കും എന്ന് നമ്മൾ അറിയാതെ പ്രതീക്ഷിച്ചു പോകുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ട് ഇത്തവണത്തെ പ്രൊഡക്റ്റുകൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അത് യൂസ് ചെയ്ത് തന്നെ പറയേണ്ടി വരും. ഡിസൈൻ അവരെന്തായാലും മാറ്റി പിടിക്കേണ്ട സമയമായി. എത്ര കാലം ഈ ഒരു പഴയ ഡിസൈനിൽ തന്നെ കൊണ്ടുപോകുക. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റുകളും അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് എന്നും പറയുന്നത്. വേറെ എന്താ, അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ പുറത്ത് വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഗുഡ് ബൈ.